ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RRR എന്ന സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയ ചിത്രത്തിന് ശേഷം ജൂനിയർ NTR ഇരട്ടവേഷത്തിലെത്തി കൊരട്ടല ശിവ സംവിധാനം ചെയ്ത് ഇന്ന് സെപ്റ്റംബർ 27 തിയേറ്ററിലെത്തിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് ദേവര. ലോകമെമ്പാടുമായി വമ്പൻ തിയേറ്റർ കൗണ്ടോടെ റിലീസ് ചെയ്ത ഈ സിനിമയുടെ കേരളത്തിലെ വിതരണാവകാശം ഏറ്റെടുത്തിരുന്നത് ദുൽഖർ സൽമാന്റെ വേവേറി ഫിലിംസ് ആണ്. ചിത്രത്തിന് ആദ്യ ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച കേരളത്തിൽ മിക്സഡ് അഭിപ്രായമാണ് കിട്ടിയിരുന്നതെങ്കിൽ ആന്ധ്ര, തെലങ്കാന എന്നിങ്ങനെ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ പോസിറ്റീവ് അഭിപ്രായമാണ് കിട്ടിയിരുന്നത്. അങ്ങനെ ലോകമെമ്പാടുമായി മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ എസ്റ്റിമേറ്റ് കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം കേരളത്തിൽ പ്രീ സെയിൽ കളക്ഷനായി 20 ലക്ഷത്തോളം കളക്ട് ചെയ്ത സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഇന്ന് വെള്ളിയാഴ്ച നേടിയെടുക്കാനുള്ള സാധ്യത 50 ലക്ഷത്തിന് മുകളിലാണ്. ലോകമെമ്പാടുമായി പ്രീ സെയിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം 80 കോടിയിലേറെ കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത് 62 കോടിയോളം രൂപയാണ്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 75-80 കോടി റേഞ്ചിലുമാണ് എത്തി നിൽക്കുന്നത്. ചിത്രം ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 140 കോടിയോളം രൂപ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ളത്. അന്യഭാഷാ ചിത്രങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി ചിത്രങ്ങളാണ് ഇന്ന് കേരളത്തിൽ റിലീസ് ചെയ്യപ്പെട്ടത്. എങ്കിലും കേരളത്തിലെ തിയേറ്ററുകളിൽ മികച്ച ഹോൾഡോടെ ഇന്നും പ്രദർശനം തുടരുന്ന സിനിമയാണ് ARM. ടോവിനോ തോമസ് നായകനായി ജിതിൻലാൽ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 12 ഓണം റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് കേരളത്തിൽ നിലവിൽ 250-ലധികം സ്ക്രീനുകൾ ഇപ്പോഴും ലഭ്യമാണ്. 16-ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്നും ഈ സിനിമ 1 കോടിക്കടുത്ത് കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. തുടർച്ചയായി 15 ദിവസവും കേരളത്തിൽ 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരുന്ന അജയന്റെ രണ്ടാം മോഷണം എന്ന ഈ സിനിമ 16-ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയോടെ കേരള കളക്ഷനായി 45 കോടിക്ക് മുകളിൽ നേടിയെടുക്കുന്നതാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 15 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 77 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരുന്ന ഈ സിനിമ 16-ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയോടെ 78-79 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഓണം റിലീസായി തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന മറ്റൊരു സിനിമ കിഷ്കിന്ദ കാണ്ഡമാണ്. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമ ദിൻജിത്ത് അയ്യത്താനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ആദ്യ 15 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 30 കോടിയോളം രൂപ കളക്ട് ചെയ്ത ഈ സിനിമ 16-ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച കേരള കളക്ഷനായി നേടിയെടുക്കാൻ സാധ്യത 75 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 16 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 31 കോടിക്ക് അടുത്താണ് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ ആദ്യ 15 ദിവസം കൊണ്ട് 56 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിരുന്നത്. 16-ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 57-58 കോടി റേഞ്ചിലാണ്. ദേവര, കിഷ്കിന്ദ കാണ്ഡം, അജയന്റെ രണ്ടാം മോഷണം എന്നീ 3 സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.